എല്ലാവർക്കും ആദ്യമേ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് ഞങ്ങൾ ഇന്നലെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. വേറെ ഒന്നിനുമല്ല, ഞങ്ങൾ കെയർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഓണം പ്രമാണിച്ച്. അതെ, ഇതേ കണ്ടില്ലേ, പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഭയങ്കര തിരക്കായിരുന്നു അവിടെ. നമ്മൾക്ക് നിൽക്കാൻ കൂടെ സ്ഥലമില്ലായിരുന്നു. പോകുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി ഇറങ്ങിയ സമയത്ത് നടക്കാൻ കൂടെ പറ്റുന്നില്ലായിരുന്നു. കാരണം ഫുള്ള് ബ്ലോക്കും ഒക്കെ കൂടെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറേ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരക്ക് കാരണം ഫോണൊന്നും മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞങ്ങൾ പിന്നെ ഈ പൂവിൻ്റെ സെക്ഷനിലോട്ട് അങ്ങ് പോയി. അയ്യോ, എന്താ പറയാന്നറിയില്ല, അത്രയ്ക്ക് രസമുള്ളൊരു കാഴ്ചയായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സാണ് കിടക്കണത്. എനിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഭയങ്കര റേറ്റാണ് ഈ ഫ്ലവേഴ്സിനൊക്കെ. ഞാൻ എൻ്റെ അച്ഛൻ വിളിച്ച സമയത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുറഞ്ഞ ഫ്ലവേഴ്സിന് തന്നെ നല്ല റേറ്റാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു kg നമ്മുടെ ചെട്ടിപ്പൂവൊക്കെ ഇല്ലേ, അതിനൊക്കെ 40-30 രൂപയ്ക്കൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ഈ റോസാപ്പൂക്കൾ ഇതേ കൊണ്ടുവന്നുണ്ടില്ലേ, അപ്പം ഞാനല്ല കേട്ടോ. ഓക്കെ, അപ്പം ആ റോസാപ്പൂവിനൊക്കെ എത്രയാ, 30 രൂപയോ 40 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ മുല്ലമുട്ടാണ് കെട്ടിവെച്ചിട്ടുള്ളത്. ആൻഡ് കുറേ ചട്ടിപ്പൂക്കൾ കണ്ടില്ലേ, നിറയെ വെച്ചിട്ടുണ്ട്. പിന്നെ വെറ്റിലയാണ് കേട്ടോ അപ്പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലത്തെ കുറേ മലയാളീസിനെ ഞങ്ങൾ കണ്ടു. അവരോടത്ത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും ഈ ഒരൊറ്റ കാര്യം മുൻകണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, പൂക്കൾ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം കണ്ടില്ലേ, അപ്പം ഏട്ടൻ എനിക്ക് പൂവൊക്കെ എടുത്ത് കാണിച്ചു തരായിരുന്നു, അതിൻ്റെ ഇതൊക്കെ ആ ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ആ വയലറ്റ്, ആ പൂവിൻ്റെ പേര് എന്തായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിനൊക്കെ ആയിരുന്നു പിന്നെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കുറച്ച് എനിക്ക് റേറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി അങ്ങനെ എന്താ പറയുക, നമ്മളെ കൊല്ലുന്ന വിലയൊന്നും ആയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചീപ്പ് റേറ്റാണ്. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുല്ലപ്പൂവിൻ്റെ സെക്ഷൻ കണ്ടില്ലേ, ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുല്ലപ്പൂവിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. പല വെറൈറ്റിയിലാണ് ഇവർ അത് കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചെട്ടിപ്പൂക്കൾ കണ്ടു. അരളിയാണിത്, ഞാൻ അരളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭഗവാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെട്ടിമാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തുളസിമാലയും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭഗവാന് വേണ്ടി. ഇത് അവർ നല്ല നീളത്തിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് വെറും 30 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ സഞ്ചിയൊക്കെ നിറഞ്ഞത് കാരണം വയ്ക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ചേച്ചിമാർ വാങ്ങിക്കുന്നുണ്ട്. ഈ പൂവിനാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം 260-300ഒക്കെയാണ് kgക്ക് റേറ്റ് അവർ പറയുന്നത്, 1 കിലോയ്ക്ക് പറയുന്നത്. ഞങ്ങൾ എന്നിരുന്നാലും ഞങ്ങൾ ഒരുവിധം കുറേ ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അധികവും കറങ്ങി തിരിഞ്ഞ് ചിലപ്പം ആദ്യം എത്തിയ സ്ഥലത്തന്നെയായിരിക്കും പിന്നെ വരുന്നുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ പിന്നെ മിസ് ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇതുപോലെയുള്ളൊരു നല്ല നീളമുള്ളൊരു മാലയാണ് ഞങ്ങൾ ഭഗവാന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് തുളസിയുടെ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ കണ്ടില്ലേ, കുറേ പേര് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊഴിഞ്ഞു വെച്ച ഇതളായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് അവർ വാരി തന്നു. പക്ഷേ എനിക്കത് യൂസായില്ല. പിന്നെ ഞങ്ങളൊരു മലയാളി ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അവരെ ഞങ്ങൾ വീണ്ടും കണ്ടു ഇങ്ങനെ കറങ്ങുന്നതിനിടയിൽ. അവരോട് വീണ്ടും ഞങ്ങൾ സംസാരിച്ചു. ഇത് ഈ നമ്മുടെ ലൈറ്റിൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഫ്ലവേഴ്സിനൊക്കെ ഇങ്ങനത്തെ കളർ വരുന്നത്. പക്ഷെ അതൊരു റെഡ് കളറായിരുന്നു. നമ്മുടെ ചെട്ടിക്കൊക്കെ നല്ല ഡാർക്ക് റെഡ് കളറായിരുന്നു. നമ്മുടെ ഈ റോസിനായാലും അങ്ങനെ തന്നെയാണ്, ലൈറ്റിൻ്റെ ഷെയ്ഡിൽ ഭയങ്കര ബ്രൈറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേറെ എടുത്ത് മാറ്റി നോക്കി, പക്ഷേ പ്രശ്നമൊന്നുമില്ല. നല്ല എന്താ പറയുക, നല്ല റോസായിരുന്നു. നല്ല റെഡ് കളർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതൊന്നും ആയിരുന്നില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ ആദ്യം ഒരു 1/2 കിലോ അങ്ങാണ്ടാണ് വാങ്ങിയത്. പക്ഷെ മൂപ്പര് 2 സെക്ഷൻ ഉണ്ടായപ്പം പല റേറ്റിലാണ് പറഞ്ഞത്. അവസാനം പിന്നെ അത് 1 കിലോ ഞങ്ങൾ റോസ് വാങ്ങിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ 1-ന് 80, 1-ന് 100 അങ്ങാനായിരുന്നു പറഞ്ഞത് കിലോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ 80-ൻ്റെ ആദ്യം അവർ 70 രൂപയ്ക്ക് 3/4 കിലോ തന്നു. അപ്പം 80-ന് 1 കിലോ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 കിലോ വാങ്ങിച്ചു. കണ്ടില്ലേ, ചെട്ടി കണ്ടില്ലേ, ഒക്കെ ലൈറ്റിൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ. പിന്നെ വീണ്ടും റോസാപ്പൂക്കൾ. പിന്നെ ഇപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് വലിയ ചാക്കിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ അമ്മയുടെ അടുത്തു നിന്നാണ് ഞങ്ങൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള മാല വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയുള്ളൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ അമ്മമാർ കേട്ടോ, നമ്മൾ നാട്ടിലൊക്കെ ശരിക്കും അത് കണ്ടുപിടിക്കണം. ഈ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും ഈ അമ്മമാരെയൊക്കെ കാണാൻ പറ്റുക വിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ
ഭയങ്കര എന്താ പറയുക, അവരുടെ റോള് ഭയങ്കരമാണ്. കുറേ അമ്മമാർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് താമരമുട്ട്, ഇത് 3 30 രൂപയായിരുന്നു അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒന്ന് മതിയായിരുന്നു, അങ്ങനെ ഒന്ന് വാങ്ങിച്ചു. വെറ്റില കെട്ടുകളൊക്കെ കണ്ടില്ലേ. ഞങ്ങൾ പിന്നെ ഇപ്പോൾ പോകുന്ന പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾക്കൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സസ് ഒക്കെ വേണമായിരുന്നു പായസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വന്നത്. അതായത് കുങ്കുമമാണ് കേട്ടോ, കുങ്കുമമാണ് ഈ വെച്ചേക്കുന്നത്. പിന്നെ അത് അവർ തൂക്കി കൊടുക്കുക ചെയ്യുക. നമ്മുടെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഞങ്ങളങ്ങനെ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ എൻ്റെ കണ്ണെടുക്കിയത് വേറൊരു സ്ഥലത്തായിരുന്നു. വേറെ എവിടെയല്ല, നമുക്ക് സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കുപ്പിവള. അപ്പം ഞാൻ കുറേ നേരം അത് നോക്കി. പക്ഷെ എൻ്റെ സൈസിനൊത്തൊന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയത് ഒരു 2-3 ഡസൻ ഞങ്ങൾ ഇങ്ങ് വാങ്ങിച്ചു. ഒരു പച്ചയും നീലയും ഒരു കറുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ശരിക്കും നൊസ്റ്റു അടിച്ചു. നമ്മൾ പണ്ടൊക്കെ അത്രയേറെ നമുക്ക് ഇഷ്ടമാണല്ലോ. പിന്നെ ഇത് നമ്മുടെ മാലയുടെ മാത്രം സെക്ഷനാണ്. ഇവിടെ ഫുള്ള് ഈ ചെടികൾ കൊണ്ടുള്ള മാലയാണ്. അവർ അത് ശരിക്കും നാട്ടിൽ വെച്ച് നോക്കുമ്പം നല്ല കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മുല്ലപ്പൂ വേണമായിരുന്നു. മുല്ലപ്പൂ കണ്ടില്ലേ, അവർ എന്തൊക്കെ രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കും, എന്ത് രസമാണ് കാണാൻ. അതും നല്ല നല്ല സ്മെല്ലുള്ള നല്ല മണമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അത് ഈ കനകാമ്പരം മിക്സ് ചെയ്തിട്ട് അവർ കോർക്കും. പിന്നെ അതുപോലെ ഈ നമ്മുടെ തുളസി വെച്ചിട്ട് ചെയ്യാറുണ്ട്, റോസ്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. താങ്ക് യു.